പോലീസിനെ പറ്റിയിട്ടുണ്ടായിരുന്ന മുൻവിധികളൊക്കെ മാറി. അതിനു മുമ്പ് നമ്മൾ ഷാഹിനെ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഈ ഷാഹിയായിട്ടിരുന്ന് സംസാരിക്കുമ്പം നമ്മൾ കേൾക്കുന്ന കഥകളിൽ നിന്ന് തന്നെ ഇത് പതുക്കെ പൊളിഞ്ഞു തുടങ്ങും. നമ്മുടെ മനസ്സിലുള്ള പോലീസ് സങ്കല്പവും നമ്മൾ സിനിമയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവുന്ന പോലീസിനെ പറ്റിയിട്ടുള്ള കളക്റ്റീവ് മെമ്മറിയൊക്കെ പതുക്കെ പതുക്കെ പൊളിഞ്ഞു തുടങ്ങും. ഇതിൻ്റെ ഫോഴ്സിലുള്ള എല്ലാവരുടെയും ഹ്യൂമൻ സൈഡ് ഭയങ്കര അലൈവാണ്. അത് ഷാഹി എന്നുള്ളൊരു സ്റ്റോറി ടെല്ലറിൻ്റെയും കൂടെ ക്വാളിറ്റിയാണ്. പിന്നെ നമുക്കും ആ പെർസ്പെക്റ്റീവിൽ ഇവരെ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ മണിയാർ പോലീസ് ക്യാമ്പിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പെട്രോളിങ്ങിനുള്ള കുറച്ച് ഓഫീസേഴ്സിൻ്റെ കൂടെ കുറച്ച് സമയം എനിക്ക് ചിലവഴിക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഒരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഹ്യൂമൻ സൈഡ്, അവരുടെ ക്യാരക്ടർ കുറച്ചും കൂടെ ഒക്കെ കാണാൻ പറ്റും. ഞാൻ പോയിരുന്ന പർപ്പസ് പക്ഷേ അത് മാത്രമൊന്നുമല്ല, ജസ്റ്റ് ആദ്യമായിട്ട് ഒരു പോലീസ് പരിപാടി ചെയ്യുമ്പോൾ അത് ബിലീവബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാവുന്ന ഇൻഫർമേഷനൊക്കെ കിട്ടട്ടെ, അല്ലെങ്കിൽ ഒരു പെട്രോളിംഗ് പരിപാടിക്ക് അതൊരു ഡ്രൈവർ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ആ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് പോയതാ. പക്ഷെ അതിൻ്റെ കൂടെ ഇതും കൂടെ സംഭവിച്ചു.